പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു. ആ മോൾക്ക് വേണ്ടി ഒരു വരനെ കണ്ടുപിടിക്കുക എന്നായിരുന്നു ആ രാജാവിന് ആഗ്രഹിച്ചിരുന്നത്. അതും സത്യസന്ധനായ ഒരു യുവാവായിരിക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അങ്ങനെ രാജകൊട്ടാരത്തിൽ ഒരു മത്സരം വയ്ക്കാൻ തീരുമാനിച്ചു. ആ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നവർക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് രാജാവ് തീരുമാനിച്ചു. അങ്ങനെ പല ദേശത്തു നിന്നും രാജകുമാരന്മാരും കൂടെ ഒരു പാവപ്പെട്ട യുവാവും കൊട്ടാരത്തിലെത്തി. അങ്ങനെ ഇവർക്കെല്ലാവർക്കും രാജാവ് കുറച്ച് വിത്തുകൾ നൽകി. ഒരിക്കലും മുളയ്ക്കാത്ത വിത്തുകളായിരുന്നു രാജാവ് നൽകിയിരുന്നത്. അതിവർക്കാർക്കും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ 2 ആഴ്ചയ്ക്കകം ഈ വിത്ത് കൊണ്ടുപോയി നട്ട് മുളച്ച ആ ചെടി ചട്ടിയുമായി കൊട്ടാരത്തിലെത്താൻ രാജാവ് പറഞ്ഞിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് കൊട്ടാരത്തിൽ രാജകുമാരന്മാരും ആ പാവപ്പെട്ട യുവാവും എത്തിയിരുന്നു. രാജകുമാരന്മാരുടെ ചട്ടിയിലെല്ലാം ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാവപ്പെട്ട യുവാവിൻ്റെ ചട്ടിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ രാജാവ് ആ പാവപ്പെട്ട യുവാവിനെ കുമാരിയുടെ വരനായി തീരുമാനിച്ചു. അപ്പോൾ മറ്റുള്ള കുമാരന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ യുവാവിനെ നിങ്ങൾ തീരുമാനിച്ചത് എന്ന്. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, ഞാൻ തന്നത് ഒരിക്കലും തന്നെ മുളയ്ക്കാത്ത വിത്തുകളായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും വേറെ ചെടികളും വേറെ വിത്തുകൾ നട്ട് മുളപ്പിച്ചാണ് കൊണ്ടുവന്നിരുന്നത്. സത്യസന്ധനായിട്ട് ഈ യുവാവാണ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എന്തിനും യോഗ്യൻ ഈ യുവാവാണ് എന്ന് പറഞ്ഞ് രാജകുമാരിയുടെ വരനായി രാജാവ് തീരുമാനിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും സത്യസന്ധത കൈവിടരുത്. താങ്ക് യു.